ഓം ശ്രീ ഗണേശായ നമഃ. ഓം ശ്രീ സരസ്വത്യൈ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീ ഗുരുവായൂരപ്പ തൃപാദം ശരണം, തൃപാദം ശരണം, തൃപാദം ശരണം. ഈ വർഷം, അതായത് 2025 സ്വർഗവാതിൽ ഏകാദശി അഥവാ വൈകുണ്ഠ ഏകാദശി ജനുവരി മാസം 10-ാം തീയതിയാണ്. ഏതൊരു ഏകാദശി ആയാലും 3 ദിവസത്തെ പ്രാധാന്യമുണ്ട്. അതായത് ദശമി, ഏകാദശി, ദ്വാദശി. ഈ 3 ദിവസങ്ങളിലും ആരോഗ്യം അനുവദിക്കുന്ന പക്ഷം വ്രതം അനുഷ്ഠിക്കേണ്ടതാണ്. ഏകാദശിയുടെ പ്രാധാന്യവും വ്രതം എങ്ങനെയാണ് അനുഷ്ഠിക്കേണ്ടതെന്നും എല്ലാം വിശദമായി പറഞ്ഞുകൊണ്ട് ഞാൻ നേരത്തെ തന്നെ കഴിഞ്ഞ വർഷം തന്നെ 2-3 വീഡിയോകൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഐ ബട്ടണിലും എൻ്റെ കാർഡിലും മറ്റുമായിട്ട് കൊടുക്കാം. അതും കൂടി ഒന്ന് നോക്കിയതിന് ശേഷം ഈ വീഡിയോ കാണുകയാണെങ്കിൽ കുറച്ച് കൂടുതൽ നന്നായി മനസ്സിലാകും. കുറെ പേർക്ക് ഈ കാര്യങ്ങളെല്ലാം അറിയുന്നതായിരിക്കും, എങ്കിലും അറിയാത്തവരും ഉണ്ടാകും. അവരോടാണ് പറയുന്നത്. ഏകാദശി മുര എന്ന അസുരനുമായി ബന്ധപ്പെട്ടതാണ്. അരിയിൽ മുര വസിക്കുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഏകാദശിക്ക് അരി കഴിക്കാത്തത്. പാരണ കഴിക്കുന്നതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി തരുന്ന അംബരീഷ മഹാരാജാവിന്റെ കഥ ശ്രീമദ് ഭാഗവതം സ്കന്ധം 9 അധ്യായം 4-5 അവിടെ കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോയിൽ ഞാൻ പ്രധാനമായും ദ്വാദശിക്ക് പാരണ വിട്ടിട്ട് ഏകാദശി വ്രതം അവസാനിപ്പിക്കുമല്ലോ, അതിനെക്കുറിച്ചും ഉള്ള പ്രാധാന്യം പറയാം. അത് പറയുന്നതിനായി അംബരീഷ മഹാരാജാവിന്റെ കഥ നിങ്ങളുമായി പങ്കുവെക്കാം. വീഡിയോ മുഴുവനായും കാണാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ആത്മാർത്ഥമായി രേഖപ്പെടുത്താനും സബ്സ്ക്രൈബ് ബട്ടന്റെ അടുത്തുള്ള ബെൽ ബട്ടണും ഓൾ ബട്ടണും എനേബിൾ ചെയ്ത് വെക്കാനും മടിക്കരുത്, മറക്കരുത്. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഒരുപാട് സമയത്തെ പരിശ്രമത്തിന്റെ ഫലമായാണ് ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. നിങ്ങളുടെ അകമഴിഞ്ഞ പ്രോത്സാഹനം പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ വീഡിയോയിലേക്ക് കടക്കാം. ഇതുപോലെ പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് തന്നെ എൻ്റെ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഞാൻ ആനന്ദവല്ലി. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹത്തോടുകൂടി ആനന്ദാമൃതം കഥകളിലേക്ക് സുസ്വാഗതം. തെറ്റുകുറ്റങ്ങളൊന്നും വരാതെ ഭഗവാനെ കാത്തുകൊള്ളണമേ. തെറ്റുകൾ വന്നാൽ ക്ഷമിക്കണേ ഭഗവാനെ. നമ്മൾ ഒരു വർഷത്തിലെ മാസം കണക്കാക്കുമ്പോൾ ഇംഗ്ലീഷ് മാസം കണക്കാക്കുന്നതാണ് നമുക്ക് എളുപ്പം, ജനുവരി മുതൽ ഡിസംബർ വരെ. എന്നാൽ ഏകാദശിയെ പറ്റി പറയുമ്പോൾ നമുക്ക് ചാന്ദ്രമാസം കണക്കാക്കുന്നതാണ് നല്ലത്. അപ്പോഴാണ് കൂടുതൽ നന്നായി മനസ്സിലാകുക. എങ്ങനെയാണോ ഇംഗ്ലീഷ് മാസത്തിനൊക്കെ ഇംഗ്ലീഷിൽ പേരുള്ളത്, അതുപോലെ ചാന്ദ്രമാസങ്ങൾക്കും പേരുകളുണ്ട്. അതിലേക്കൊക്കെ വരാം. അതിനു മുന്നേ ഒരു കാര്യം പറയാം. ഏതെങ്കിലും ഒരു ഇംഗ്ലീഷ് മാസം കണക്കാക്കിയാല്, ഒരു ഉദാഹരണത്തിന് ജനുവരിയാണ് കണക്കാക്കണത് എന്ന് വിചാരിക്കുക. ജനുവരി പകുതി മുതല് ഫെബ്രുവരി പകുതി വരെ ഒരു ചാന്ദ്രമാസമായിരിക്കും. അങ്ങനെ ഫെബ്രുവരി പകുതി മുതൽ, പകുതി വരെയല്ലേ കണക്കാക്കിയിട്ടുള്ളൂ, ആ ബാക്കി പകുതി മുതൽ അടുത്ത മാസം മാർച്ച് പകുതി വരെ മറ്റൊരു ചാന്ദ്രമാസം. ഇങ്ങനെയാണ് പോകുന്നത്. ഓരോ ചാന്ദ്രമാസത്തിലും ഒരു വെളുത്ത വാവും ഒരു കറുത്ത വാവും വരും. വെളുത്ത വാവ് കഴിഞ്ഞാല് ചന്ദ്രൻ ചെറുതാവാൻ തുടങ്ങും. അപ്പൊ വെളിച്ചം കമ്മിയാവും. അപ്പൊ അതിനെ കൃഷ്ണപക്ഷം, കൃഷ്ണ എന്ന് പറഞ്ഞാൽ കറുപ്പ് എന്നൊരർത്ഥം ഉണ്ടല്ലോ. അപ്പൊ കറുത്ത പക്ഷം അഥവാ കൃഷ്ണപക്ഷം എന്ന് പറയും. പക്ഷം എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം ഒരു 14 ദിവസം, ഒരു ഫോർട്ട് നൈറ്റ് എന്നൊക്കെ പറയുമല്ലോ ഇംഗ്ലീഷിലെ. അത് ചന്ദ്രൻ ഇങ്ങനെ ചെറുതായി 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 ആ പക്ഷത്തിന്റെ അവസാനം എത്തുമ്പോ കറുത്തവാവാകും. കറുത്തവാവ് കഴിഞ്ഞ് പിറ്റേ ദിവസം മുതല് ചന്ദ്രൻ ചെറുതായിട്ട് പ്രത്യക്ഷപ്പെടാൻ തുടങ്ങും. ചെറിയ ചെറിയ ചന്ദ്രക്കല പോലെ ഇങ്ങനെ ഉണ്ടായിട്ട് വലുതായി 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 വരും. ചന്ദ്രന്റെ പ്രഭ അങ്ങനെ കൂടി കൂടി വരും. വെളിച്ചം കൂടി കൂടി വരും. അപ്പൊ കർത്തവാവിന് ശേഷം വരുന്ന 14 ദിവസത്തിന്
ശുക്ലപക്ഷം അഥവാ വെളുത്ത പക്ഷം എന്ന് പറയും. വെളുത്ത പക്ഷത്തിന്റെ അവസാനം എന്തായി? പൗർണമിയായി. ഈ രണ്ട് പക്ഷങ്ങളും കൂടെ ചേർന്നാല് ഒരു ചാന്ദ്രമാസമായി. അപ്പൊ ഒരു ചാന്ദ്രമാസത്തില് ഒരു വെളുത്ത പക്ഷവും ഒരു കറുത്ത പക്ഷവും. ഈ ഓരോ പക്ഷങ്ങളിലും 14 ദിവസമാണെന്ന് പറഞ്ഞുവല്ലോ നേരത്തെ തന്നെ. 11ാമത്തെ ദിവസമാണ് ഏകാദശി. അതിന്റെ തലേ ദിവസം 10ാമത്തെ ദിവസം ദശമി. അപ്പൊ ദശമി ഏകാദശി 11ാം ദിവസം. 12ാമത്തെ ദിവസം ദ്വാദശി. ഇത് വെളുത്ത പക്ഷത്തിലും വരും കറുത്ത പക്ഷത്തിലും വരും. അങ്ങനെ മൊത്തം 24 ഏകാദശികൾ വരും. ചില വർഷം ദിവസങ്ങളുടെ എണ്ണം മാറുമ്പോ എന്ത് സംഭവിക്കും? 26 ഏകാദശി വരും. അതായത് ഒരു മാസം അധികമായിട്ട് വരും. അപ്പോ 2 ഏകാദശിയും കൂടെ കൂടും. എല്ലാ ഏകാദശികൾക്കും വ്രതം അനുഷ്ഠിക്കുന്നവരുണ്ട്. ഓരോന്നിനും ഓരോരോ ഫലപ്രാപ്തിയാണെന്നാ പറയുന്നത്. ഓരോ ഏകാദശി വരുമ്പോഴും ദശമി, ഏകാദശി, ദ്വാദശി എന്ന കണക്കില് കഠിനമായിട്ടുള്ള വ്രതം എടുക്കുന്നവരുണ്ട്. ദ്വാദശിക്ക് പാരണ വിടലാണ്. ആ പാരണ വിടുന്ന പരിപാടി എന്താണ്? വ്രതം അവസാനിപ്പിക്കുക. അതും വ്രതം പോലെ ചെയ്യണം എന്നാ പറയണത്. അതിനൊരു മുഹൂർത്തം ഉണ്ട്. ആ മുഹൂർത്തത്തില് മുമ്പ് അത് കഴിഞ്ഞിരിക്കണം. എന്നിട്ട് വേണം ആഹാരം എന്തെങ്കിലും കഴിക്കാൻ. എന്നാലേ ഏകാദശി കൊണ്ടുള്ള ഫലപ്രാപ്തി ഉണ്ടാവുള്ളൂ. ഏകാദശി നോറ്റത് കൊണ്ട് ഉള്ള ഫലപ്രാപ്തി എന്താണ്? ഇഹലോകത്തില് എല്ലാ ഐശ്വര്യങ്ങളും സൗഖ്യവും, പിന്നെ പരലോകത്തിലോ അതായത് മരണശേഷം വൈകുണ്ഠവാസം. എപ്പോഴും ഭഗവാന്റെ അടുത്ത് ഏകാദശി വ്രതം നോറ്റവർക്ക് ഇങ്ങനെ ഒരു അനുഗ്രഹം കൊടുക്കുന്ന ഭഗവാൻ ഏകാദശി ദേവിയോട് പറഞ്ഞിട്ടുണ്ടല്ലോ. ഡിസംബർ 15 ശേഷം ജനുവരി 15 വരെ ഉള്ള കാലയളവ് ചാന്ദ്രമാസം കണക്കാക്കുമ്പോൾ അത് മാഘമാസമാണ്. ഈ മാസത്തില് ശുക്ലപക്ഷത്തില് വരുന്ന ഏകാദശിയാണ് സ്വർഗവാതിൽ ഏകാദശി. ഈ ഏകാദശി വളരെ പ്രാധാന്യമുള്ള ഏകാദശിയാണ്. എന്താ കാരണം? ഈ ഏകാദശി നോൽക്കുന്നവർക്ക് മറ്റ് 23 ഏകാദശികൾ നോറ്റതിന്റെ ഫലപ്രാപ്തി ഉണ്ടാകും. അപ്പോ ഭഗവത് പ്രീതി ലഭിക്കും. അവരൊക്കെ മരണാനന്തരം അവർക്ക് വൈകുണ്ഠത്തില് ഒരു സീറ്റ് ഉറപ്പിച്ചു. നേരത്തെ തന്നെ സീറ്റ് ബുക്ക് ചെയ്ത് വെച്ചു. ഹരിവാസരം എന്ന് പറയുന്ന ആ മുഹൂർത്തത്തില് പാരണ വിടണം. അത് തെറ്റിക്കാൻ പാടില്ല. അത് തെറ്റിച്ചാല് ഏകാദശി നോറ്റതിന്റെ ഫലം പോവുകയും ചെയ്യും. അപ്പൊ അങ്ങനെ ഈ ദ്വാദശിയുടെ വ്രതം യഥാവിധി പാലിച്ചു വന്ന ഒരു രാജാവായിരുന്നു അംബരീഷ മഹാരാജാവ്. ഏകാദശി തിഥി പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് ദ്വാദശി തിഥിയിലെ ഹരിവാസരം എന്ന് പറയുന്ന ആ മുഹൂർത്തം. അംബരീഷ മഹാരാജാവ് ഒരു ഉത്തമ വിഷ്ണു ഭക്തനായിരുന്നു. വിഷ്ണു ഭക്തരിൽ അഗ്രഗണ്യൻ. വൈവാസ്വത മനുവിന്റെ പേരക്കിടാവിന്റെ പുത്രനായിരുന്നു. അതായത് ഗ്രേറ്റ് ഗ്രാൻഡ് സൺ. അപ്പൊ നിലവിലെ മന്വന്തരത്തിനെ പറ്റിയാണ് പറയുന്നത്. ഈ മന്വന്തരത്തിലെ മനു ആണല്ലോ വൈവാസ്വത മനു. അംബരീഷ് മഹാരാജാവ് അദ്ദേഹം 7 ദ്വീപുകളുടെയും അതായത് സപ്തദ്വീപ് എന്ന് പറയുമല്ലോ അതിന്റെയും അധിപനായിരുന്നു. വലിയ ധനവാൻ. എന്നാൽ ഈ സമ്പൽ സമൃദ്ധിയിലൊന്നും ഈ സ്ഥാനമാനങ്ങളിലൊന്നും അദ്ദേഹത്തിന്റെ മനസ്സിൽ ലയിച്ചതേയില്ല. അദ്ദേഹത്തിന്റെ മനസ്സ് എപ്പോഴും മഹാവിഷ്ണുവിന്റെ പാതാരവിന്ദങ്ങളിൽ ലയിച്ചുകൊണ്ടേയിരുന്നു. രാജ്യഭരണം പോലും ദേവകാര്യം പോലെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. എല്ലാവരും ഇങ്ങനെയൊക്കെ നാട് ഭരിച്ചാൽ എത്ര നന്നായിരുന്നു, സ്വാർത്ഥതയില്ലാതെ. അദ്ദേഹത്തിന്റെ പഞ്ചേന്ദ്രിയങ്ങളും സർവ അവയവങ്ങളും ഭഗവത് കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയാണെന്ന് തന്നെ അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു. കണ്ണ് ഭഗവാനെ കാണാനും, ചെവി ഭഗവത് കീർത്തനങ്ങൾ കേൾക്കാനും, നാവ് ഭഗവത് നാമം ഉച്ചരിക്കാനും, ഭഗവത് പ്രസാദം സ്വീകരിക്കാനും, നാസിക ഭഗവാന്റെ പ്രസാദം നുകരാനും എന്ന് വേണ്ട ത്വക്ക് ഭഗവത് ഭക്തരുടെ സ്പർശനത്തിനായിട്ടും മറ്റവയവങ്ങളും ഇതുപോലെ ഭഗവത് സേവയ്ക്കായി തന്നെ അദ്ദേഹം ഉപയോഗപ്പെടുത്തി. രാജാവ് എന്ന നിലയ്ക്ക് അശ്വമേധങ്ങൾ നടത്തി യജ്ഞ ഭഗവാനെ സേവിച്ചു.
അദ്ദേഹത്തിന്റെ ആത്മാർത്ഥ ഭക്തിയിൽ സംപ്രീതനായ ഭഗവാൻ അദ്ദേഹത്തിന് ഒരു സുദർശന ചക്രം അദ്ദേഹം ആവശ്യപ്പെടാതെ തന്നെ കൊടുത്തു. അത് എപ്പോഴും അംബരീഷ മഹാരാജാവിന്റെ കൂടെ അദൃശ്യമായി നിന്നുകൊണ്ടിരുന്നു. ക്രമേണ ഇതെല്ലാം ഉപേക്ഷിച്ച് പത്നി സമേതനായി മധുവനത്തിൽ ചെന്ന് 1 വർഷത്തോളം കാലം ദ്വാദശി വ്രതം അനുഷ്ഠിച്ചു. ഒരു വർഷത്തിൽ 24 26 ദ്വാദശികൾ വരും എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞുവല്ലോ. ആ ദ്വാദശി വ്രതത്തിൽ ചെയ്യുന്ന പുണ്യകർമ്മങ്ങൾ അദ്ദേഹം നിഷ്ഠയോടെ ചെയ്തു. ബ്രാഹ്മണർക്ക് ധനവും സമ്പത്തും സ്വർണവും ഗോക്കളെയും എല്ലാം യഥേഷ്ടം അവരുടെ മനസ്സ് കുളിർക്കുന്നത് വരെയും ദാനമായി കൊടുത്തു. ഓരോ ദ്വാദശിക്കും ബ്രാഹ്മണർക്ക് അന്നദാനം കൊടുത്തതിന് ശേഷമാണ് അദ്ദേഹം പാരണ വീട്ടി ആഹാരം കഴിച്ചു വന്നത്. അങ്ങനെ അവസാന ദ്വാദശി വ്രതത്തിന്റെ അന്നും അദ്ദേഹം ഈ കർമ്മങ്ങളെല്ലാം ചെയ്ത് ബ്രാഹ്മണരെ ഊട്ടി പാരണ വീട്ടാനായി തയ്യാറെടുക്കുകയായിരുന്നു. ആ സമയത്ത് അവിടെ ദുർവാസാവ് മഹർഷി എത്തിച്ചേർന്നു. അംബരീഷ മഹാരാജാവ് വേഗം തന്നെ ദുർവാസാവ് മഹർഷിയെ വന്നിച്ച് ഭോജനത്തിനായിട്ട് ക്ഷണിച്ചു. മഹർഷി ക്ഷണം സ്വീകരിച്ചു. സ്നാനത്തിനും നിത്യകർമ്മങ്ങൾക്കുമായി കാളിന്ദി നദിയിലേക്ക് ചെന്നു. കാളിന്ദി നദിയിൽ ജലത്തിനുള്ളിൽ കുറെ നേരം ധ്യാനത്തിൽ ഇരുന്നു. എന്നാൽ ഇവിടെ അരിവാസരം മുഹൂർത്തം, അതായത് പാരണ കഴിക്കേണ്ട മുഹൂർത്തം അരനാഴിക കൂടിയേ ഉള്ളൂ. 2.25 നാഴികയാണ് 1 മണിക്കൂർ എന്ന് പറയുന്നത്. പാരണ വീട്ടിയില്ലെങ്കിൽ ദ്വാദശിയുടെ ഫലവും പോകും. എന്നാൽ അതിഥി സൽക്കാരം കഴിയാതെ ആഹാരം കഴിച്ചാൽ അതും ഒരു ദോഷമാകും. സമയം അതിക്രമിച്ചു കൊണ്ടിരുന്നു. എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതിരുന്നപ്പോൾ മറ്റുള്ളവരുമായി കൂടി ആലോചിച്ച് ജലം മാത്രം സേവിച്ച് പാരണ വീട്ടാമെന്ന് തീരുമാനിച്ചു. ജലം ഒരു ആഹാരമായി കരുതേണ്ടതില്ല. അപ്പോ അതിഥിയെ സൽക്കരിക്കാതെ ആഹാരം കഴിച്ചു എന്ന കുറ്റവുമില്ല. അതേസമയം ജലം പാനം ചെയ്തതുകൊണ്ട് പാരണ വീട്ടുകയും ചെയ്തു. ഈ തീരുമാനപ്രകാരം അംബരീഷ മഹാരാജാവ് ജലം സേവിച്ച് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്ക് ദുർവാസാവു മഹർഷി എത്തി. തന്റെ ദിവ്യദൃഷ്ടിയിൽ അതിഥി സൽക്കാരത്തിന് കാത്തു നിൽക്കാതെ പാരണ വീട്ടിയത് മനസ്സിലാക്കി കോപിച്ച് മഹാരാജാവിനെ ഒരുപാട് അധിക്ഷേപിച്ചു. അതിനുശേഷം സ്വന്തം ജട പറിച്ച് നിലത്തടിച്ചു. ഇതിന്റെ ഫലം നീ തീർച്ചയായും അറിയുമെന്ന് അംബരീഷ മഹാരാജാവിനോട് പറഞ്ഞു. നിലത്തടിച്ച ജടയിൽ നിന്ന് ഒരു ഘോര രൂപിണി കൃത്യ പ്രത്യക്ഷപ്പെട്ടു. ആ രൂപം നിലത്ത് ആഞ്ഞു ചവിട്ടി ഭൂമി മുഴുവൻ വിറപ്പിച്ചുകൊണ്ട് അംബരീഷ മഹാരാജാവിന്റെ നേരെ പാഞ്ഞെടുത്തു. അംബരീഷ മഹാരാജാവ് അനങ്ങാതെ അവിടെ തന്നെ നിന്നു. ഭഗവാന്റെ ഭക്തനായ അംബരീഷ മഹാരാജാവിന് ആപത്താണെന്ന് തിരിച്ചറിഞ്ഞ് സുദർശന ചക്രം, ഭഗവാൻ നേരത്തെ തന്നെ അംബരീഷ മഹാരാജാവിന് ആവശ്യപ്പെടാതെ തന്നെ സുദർശന ചക്രം നൽകിയിട്ടുണ്ടല്ലോ. ആ സുദർശന ചക്രം അദൃശ്യമായി നിൽക്കുകയാണ്. ആ സുദർശന ചക്രം ഇപ്പൊ പ്രത്യക്ഷപ്പെട്ടിട്ട് ഈ കൃത്യയുടെ നേരെ പാഞ്ഞെടുക്കാൻ തുടങ്ങി. തുടർന്ന് ഭീകരിയായ ആ കൃത്യയെ ഭസ്മമാക്കി നശിപ്പിച്ചു. കൃത്യയെ ഉത്ഭവിപ്പിച്ച് പറഞ്ഞയച്ചത് ദുർവാസാവു മഹർഷിയാണല്ലോ. അതുകൊണ്ട് സുദർശന ചക്രം കൃത്യയെ വധിച്ചതിന് ശേഷം മഹർഷിയുടെ നേരെ പാഞ്ഞെടുത്തു. ഇതുകണ്ട് ഭയന്ന് ദുർവാസാവു മഹർഷി ഓടാൻ തുടങ്ങി. സുദർശന ചക്രം മഹർഷിയെ പിന്തുടർന്നു. ഭയചകിതനായ ദുർവാസാവു മഹർഷി ആദ്യം ബ്രഹ്മലോകത്ത് ചെന്ന് ബ്രഹ്മാവിനോട് സഹായം അഭ്യർത്ഥിച്ചു. എന്നാൽ ബ്രഹ്മാവ് പറഞ്ഞു, മഹാവിഷ്ണുവിന്റെ ചക്രം എനിക്ക് ഭേദിക്കാൻ കഴിയുകയില്ല, ഞാൻ അതിന് അശക്തനാണ്.
ഇതു കേട്ട് ദുർവാസാവു മഹർഷി നേരെ കൈലാസത്തിൽ ചെന്ന് ശ്രീ പരമേശ്വരനോട് അപേക്ഷിച്ചു. സുദർശന ചക്രം പിന്തുടരുന്നുണ്ട്. ശ്രീ പരമേശ്വരനും താൻ അശക്തനാണെന്നും ഈ കാര്യം എനിക്ക് ചെയ്യാൻ കഴിയില്ല എന്നും മഹാവിഷ്ണുവിനെ തന്നെ പോയി ചെന്ന് അഭയം പ്രാപിച്ചോളൂ എന്നും പറഞ്ഞു. അതനുസരിച്ച് വൈകുണ്ഠത്തിലേക്ക് ചെന്നു. അവിടെ ശ്രീഹരിയും മഹാലക്ഷ്മിയും ഉണ്ടായിരുന്നു. ദുർവാസാവു മഹർഷി ശ്രീഹരിയോട്, അതായത് മഹാവിഷ്ണുവിനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. എന്നിട്ട് തന്റെ അപരാധം പുറത്ത് തന്നെ രക്ഷിക്കണമെന്നും പറഞ്ഞു. എന്നാൽ മഹാവിഷ്ണു പറഞ്ഞു, ഞാൻ ഭഗവത് ദാസനാണ്. എന്റെ ദാസനായ, എന്റെ ഭക്തനായ ഒരു വ്യക്തി അയച്ച ഈ ആയുധം എനിക്ക് തിരിച്ചെടുക്കാൻ പറ്റുകയില്ല. വിഷ്ണു ഭക്തരിൽ വെച്ച് അദ്ദേഹം അഗ്രഗണ്യനാണ്. അതുകൊണ്ട് അംബരീഷ മഹാരാജാവിനെ തന്നെ ശരണം പ്രാപിക്കുക. അങ്ങനെ മഹർഷി അംബരീഷ മഹാരാജാവിന്റെ അടുത്ത് തന്നെ തിരിച്ചെത്തി ക്ഷമയാചിച്ചു. കാൽക്കൽ വീണ് ക്ഷമയാചിച്ചു. ഇതു കണ്ട് വിഷ്ണു ഭക്തനായ അംബരീഷ മഹാരാജാവ് വളരെ വിഷമിച്ചു. എന്നിട്ട് ഭഗവാനോട് പ്രാർത്ഥിച്ചു, ഞാൻ ബ്രാഹ്മണരിൽ ഭക്തനാണെങ്കിൽ ദുർവാസാവു മഹർഷിക്ക് വന്നിരിക്കുന്ന ഈ ആപത്ത് ഒഴിവാകട്ടെ എന്ന്. അതനുസരിച്ച് സുദർശന ചക്രം ശാന്തമായി അപ്രത്യക്ഷമായി. പിന്നീട് ദുർവാസാവിന് ഭോജനം നൽകിയതിന് ശേഷം താനും ഭോജനം കഴിച്ചു. ഇതെല്ലാം കണ്ട് അംബരീഷ മഹാരാജാവിന്റെ നിർമ്മലമായ ഹൃദയത്തെ പ്രകീർത്തിച്ച് ദുർവാസാവ് രാജാവിനെ അനുഗ്രഹിച്ചു. ദ്വാദശിക്ക് നടത്തേണ്ട പാരണ തടസ്സപ്പെടുത്താൻ ശ്രമിച്ച ദുർവാസാവ് സഹിച്ച കഷ്ടങ്ങളാണ് നാം ഇവിടെ മനസ്സിലാക്കിയത്. ഇതിൽ നിന്ന് തന്നെ ദ്വാദശിയുടെ പാരണ എത്ര ശക്തിയുള്ളതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഭഗവാനിൽ തനിക്കുള്ള ഭക്തിയുടെ ആഴം മനസ്സിലാക്കിയ അംബരീഷ മഹാരാജാവ് തന്റെ രാജ്യം പുത്രന്മാർക്കായി വീതിച്ചു കൊടുത്ത് പത്നി സമേതനായി തപസ് അനുഷ്ഠിച്ചു. ശിഷ്ടജീവിതം അങ്ങനെ അവസാനിപ്പിച്ചു. അവസാനം ഭഗവത് പാദത്തിൽ എത്തിച്ചേർന്നു. ഒരു വർഷത്തിൽ പല ഏകാദശികൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ആ ഏകാദശികളെ കുറിച്ച് മറ്റൊരു വീഡിയോയിൽ വിശദമായി പറയാം. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. കരുണാമയനായ ഭഗവത് കാരുണ്യത്തിനായി നമുക്കും പ്രാർത്ഥിക്കാം.